Good morning. Once again, good morning. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു ഗുഡ് മോർണിംഗ് എനർജിയിൽ പറഞ്ഞ കേൾക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഓക്കെ, എനർജി ആയിട്ടില്ല, ഒന്നുകൂടി. താങ്ക് യു വെരി മച്ച് മൻസൂർക്ക. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും, കേൾക്കട്ടെ. കാരണം നിങ്ങൾ പറയുന്ന ഗുഡ് മോർണിംഗ് ആണ്, ആ വേവ് ആണ് സത്യത്തിൽ എന്ത് ഔട്ട്പുട്ട് ഉണ്ടോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. സോ എല്ലാവരും ചാറ്റ് ബോക്സ് ഓൺ ആണ്, അതിൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. കൂടുതലായിട്ട് മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കോച്ചസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് മാരത്തോണിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി മാരത്തോൺ പീപ്പിളിന് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ആകാം. ജോയിൻ ആയ ആൾക്കാർക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ബുക്ക് നോട്ട് ഒക്കെ കയ്യിൽ കരുതാം. ഓൾറെഡി മാരത്തോൺ പങ്കെടുത്ത ആൾക്കാരുണ്ട്, അവർക്കും ഈ പ്രോഗ്രാമിൽ നല്ല അറ്റൻറ്റീവ് ആയിട്ട് എടുക്കാം. ഓൾറെഡി കോച്ചസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇവരൊക്കെ കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഇതിലുണ്ടാവുക, എനിക്കറിയാം. കാരണം ഇതൊരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതിന് പാലിക്കേണ്ട എല്ലാ മര്യാദകളും നിങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു 3/4 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ റെഡി ആവുക. ഞാൻ ആഫ്റ്റർ എന്നെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ രാവിലത്തെ എഡ്യൂക്കേഷൻ സെഷന് ഇത്ര പ്രാധാന്യം എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 33. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കരിക്കലത്താണി വെൽനസ് സെന്ററിൽ നിന്നാണ്. അതായത് ടീം ഫിറ്റ് ലൈഫിന്റെ ഭാഗമാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന്റെ മുന്നേ എൻ്റെ ഒരു ബിഫോർ അറിയുമ്പോഴാണ് ആഫ്റ്ററിലേക്ക് നമ്മൾ വരും ഇതിന്റെ ജേണി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു മതപണ്ഡിതനും അതേപോലെ 9.5 വർഷമായിട്ട് സ്റ്റിൽ ബിസിനസ്സുകാരനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തെറ്റായ ഭക്ഷണ രീതി, ആരുടെ മുന്നിലും സറണ്ടർ ആവാത്ത അവസ്ഥ. ഇതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ ആണിത്. ആഗ്രഹമുണ്ട് ഫിറ്റ് ആവണം, വെയിറ്റ് ലോസ് ചെയ്യണമെന്ന്. ഇതിനായിട്ട് പല രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്തു. 6ഓളം മെത്തേഡുകൾ ഫോളോ ചെയ്തു. അതിലൊക്കെ പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ മീൻസ് കുറച്ച് ചെയ്യും, പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ മുന്നിൽ സറണ്ടർ ആവാനോ കഴിയാത്തത് കൊണ്ട് വീണ്ടും ഷൂട്ടപ്പ് ആവുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ 117 കിലോയിലെത്തി. എൻ്റെ ഫാമിലി അൺഹെൽത്തിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെട്ടത്. കമ്മ്യൂണിറ്റി എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി ഞാൻ അനുസരിച്ചു. കൂടെ എഡ്യൂക്കേഷൻ എടുക്കാൻ തുടങ്ങി. അഡീഷണൽ ആയിട്ട് ന്യൂട്രീഷൻ ഫോളോ ചെയ്തതിന്റെ പരിണിത ഫലം എന്നോണം 21ാമത്തെ ദിവസം 10 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിച്ചു. തുടർന്ന്
തുടർന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആവുകയും എന്റെ പ്രിയപ്പെട്ട കോച്ചിനോട് വീണ്ടും ചോദിച്ചപ്പോൾ അവർ എഡ്യൂക്കേഷൻ സെഷനിൽ കണക്ട് ആവാൻ പറഞ്ഞു, ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതിൽ പറയുന്ന ഓരോ കോച്ചസിന്റെ എക്സ്പീരിയൻസ് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ടോപ്പിക്കുകൾ ഹൃദയത്തിലേക്ക് എടുക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എന്റെ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ടുകൾ എനിക്ക് വരാൻ തുടങ്ങി. ബോണസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂവും റിലീഫായി ഒരു ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് വരാൻ പറ്റി. സ്കിന്നിന് ഇമ്പ്രൂവ് ആവാൻ പറ്റി. കാരണം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് സ്കിൻ ഇമ്പ്രൂവ് ആവുക എന്നുള്ളത്. ആദ്യം കരുതുന്നത് നമുക്ക് ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെളുക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഡെഫിഷ്യൻസി ആണ് ഇവിടെ കവർ ആവേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അതിന്റെ പരിണത ഫലം എന്നാണ് ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്യും. ഇതിന്റെ സപ്ലിമെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് കോച്ച് പറയുന്നത് പോലെ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ മാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ ഫാമിലി ഇപ്പൊ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, ഫിറ്റാണ്. ഇതിനെല്ലാം എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് എൻ സലിമക്കും. അതേപോലെ ഒരു വ്യക്തിത്വ വികാസം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് ഉണ്ടാവുന്ന സമയത്താണ്. നമ്മൾ ഐഡന്റിറ്റിയെ കാണിച്ചു തരുമ്പോഴാണ്. അതിന് കാണിച്ചത് എന്റെ പ്രിയപ്പെട്ട സീനിയർ കോച്ച് അൻസാർ എൻ ഷെക്കീലൊക്കെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു ഹെർബലൈഫ്, താങ്ക് യു മാർക്യൂസ്. ഇതാണ് എന്റെ റിസൾട്ട്. ഓക്കെ, ഷോർട്ടായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? ചാറ്റ് ബോക്സിൽ എപ്പോഴും കൈ വേണം കേട്ടോ. ചാറ്റ് ബോക്സിൽ എപ്പോഴും കൈ വേണം. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എനിക്ക് അറിയാൻ പറ്റും ചാറ്റ് ബോക്സിൽ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ചർച്ച മീൻസ് ഇവിടെ ഒരാളല്ല സംസാരിക്കുക. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും മൈക്കോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരുപക്ഷെ വേദി കിട്ടൂല. പക്ഷേ അതിനുള്ളൊരു വേദിയാണ് നിങ്ങളുടെ ചാറ്റ് ബോക്സ്. എനിക്ക് ചാറ്റ് ബോക്സിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കണം, നമുക്ക് കറക്റ്റ് റീച്ച് ആവുകയും അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് മാരത്തോണാണ്. മാരത്തോണിന് ഫിസിക്കൽ ടു ഞാൻ കൊടുത്തിട്ടുള്ളത് ഗേറ്റ് വേ ടു ഗ്രോത്ത്. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടേക്കുള്ള ഒരു വാതിലാണ് സത്യത്തിൽ മാരത്തോൺ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞങ്ങളോട് ഇപ്പം മഴയാണ് നടക്കുന്നത്, മൊത്തം ചുറ്റും മഴയാണ്. കേരളത്തിലൊക്കെ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി. എപ്പോഴും അധികവും സ്കൂളുകൾ അവധിയാണ്. റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടക്ക സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, മഴ വന്നപ്പോ, കാറ്റോട് കൂടി മഴ വന്നപ്പോ കുറേ അധികം മരങ്ങൾ കടപുഴകി വീണ്. ശ്രദ്ധിച്ച ഞങ്ങള് കടപുഴകി വീണ്, കരണ്ടുകളില്ല, പോസ്റ്റ് വീണ്. എന്നാൽ ചില മരങ്ങൾ പിടിച്ചു നിന്നല്ലേ. അപ്പൊ ഈ രണ്ട് മരങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി. നെക്സ്റ്റ് സ്ലൈഡ്. ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഈ മരങ്ങളെ നമ്മൾ നോക്കുക. നല്ല വേര് ഊന്നിയിട്ട് ആഴ്ന്നിറങ്ങിയിട്ടുള്ള മരങ്ങൾ. നമ്മൾ വിചാരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല ഇതിനെന്ന്. എന്നാൽ ഇതിലുള്ള ചില്ലകൾക്കും കായകൾക്കും ഇടക്കിടക്ക് കേട് വരാൻ തുടങ്ങി. എന്താ ചെയ്യുക നമ്മള്? ചാറ്റ് ബോക്സ് ഓണാണ്. വലിയ മരമാണ്. അതിൽ വരുന്ന കായ്കൾ, ചില്ലകളൊക്കെ ഒന്ന് കേട് വന്നു, അത് വെട്ടിയെടുത്തു അല്ലേ. രണ്ടാമത് കേട് വന്നു, അതും വെട്ടിയെടുത്തു. പക്ഷെ സ്ഥിരമായിട്ട് അതിന്റെ ചില്ലകളും കായ്കളും ഒക്കെ കേട് വരാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? ചാറ്റ് ബോക്സ് ഓണാണ്. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് വേണമെങ്കിൽ എന്താണ് ചെയ്യാം? സംശയിച്ച് നിൽക്കണ്ട, ചാറ്റ് ബോക്സ് ഓണാണ്. ചില ആൾക്കാർ വെരി ഗുഡ്, വെട്ടിക്കളയുന്നു പറയുന്നു, ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, മരത്തിന് ഗുഡ് ന്യൂട്രീഷൻ, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. വെട്ടിക്കളയും, ട്രിമ്മിങ് ചെയ്യും, വെരി ഗുഡ്. ഓക്കെ, അതിന്റെ ബ്രാഞ്ചസിനെ കട്ട് ചെയ്യുന്നവർ കൺഗ്രാജുലേഷൻ. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എനിക്ക് നല്ല രീതിയിൽ സന്തോഷം നൽകുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, ഇതേപോലെ ഇപ്പൊ ഇതിൽ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന അധികം ആൾക്കാരും ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി വരുന്നവരാണ്. നിങ്ങൾ ആ പറഞ്ഞ ഉത്തരം അവിടെ വെച്ചോളൂട്ടാ. ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് അല്ലെ. ഇനി നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്തിനാണ് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നത്? ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ, എന്തിനാണ് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നത്?
പല ആൾക്കാർക്കും പല കാരണങ്ങളാണ്. അസുഖങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷെ അസുഖങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് പോകുന്നതിൽ കമന്റ് വന്നപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടി. ഗുഡ് ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്, വെരി ഗുഡ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, വെരി ഗുഡ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, വെയിറ്റ് ലോസിന് വേണ്ടി കൺഗ്രാജുലേഷൻ. എന്താ സ്പീഡ് ഡെവലപ്പ് അവർ പേഴ്സണാലിറ്റിക്ക് വേണ്ടി, വെരി ഗുഡ് കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, സൂപ്പർ. ഇതൊരു ക്യാപ്സൂൾ രൂപയാണോ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നത്? നിങ്ങൾ ഇതാണ്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് പോലെ ഇതാണ്ട് കഴിച്ചാൽ മതി, നിങ്ങളെ വെയിറ്റ് ലോസ് ഉണ്ട്, റെഡി ആയിക്കോളും, അസുഖം മാറിക്കോളും, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് കിട്ടിക്കോളും, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടായിക്കോളും എന്ന് പറയുകയാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട കോച്ചുമാർ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽനസ് സെന്ററിൽ ചെയ്തത്? സത്യത്തിൽ എന്താണ് ഇവിടെ നടന്നത്? ആ മരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ആഴ്ന്നിറങ്ങിയ, വേര് താഴേക്ക് ഇറങ്ങിയ, വർഷങ്ങളോളം ഈട് നിൽക്കുന്ന ഒരു മരത്തിന് സംഭവിക്കുന്ന കേട്, ചില്ലക്കോ പഴത്തിനോ സംഭവിക്കുന്ന കേട്, ആ മരം മുറിക്കാതെ, ആ വ്യക്തിയെ മുറിക്കാതെ, നോക്ക് നിങ്ങൾ, അതിന്റെ റൂട്ട് കോസിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ നിങ്ങൾ ഉത്തരം പറഞ്ഞുവെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന ഒരു അസുഖം, ഇത് നമുക്കറിയാം, മനസ്സിലായി. ഈ കമ്മ്യൂണിറ്റി വന്നപ്പോൾ മനസ്സിലായി. കോച്ച് നിങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കി തന്നു. പിന്നെ നിങ്ങൾ പോലും അറിയാതെ ആ കോച്ച് നിങ്ങളെ റിപ്പയർ ചെയ്യണം, ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയാണ്. നിങ്ങളെ റൂട്ട് കോസിലാണ് വർക്ക് ചെയ്തത്. സോ മാരത്തോണിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള, ഓൾറെഡി മാരത്തോൺ ചെയ്തുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റൂട്ട് കോസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, അടിവേരിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ക്യാപ്സൂള് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സോറി ടു സേ, ഇവിടെ അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. ഓക്കെ, എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, ഗ്രേറ്റ്നെസ് നമുക്ക് വേണതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇതാണ് പല ആൾക്കാർ വിട്ടുപോകുന്നത്. ഈ പ്രോസസ് എപ്പോ നേടിയെടുക്കുന്നോ അപ്പോഴാണ് ആ വ്യക്തിക്ക് വിജയം ഉണ്ടാകുന്നത്. അപ്പോ ഏതാണ് ആ റൂട്ട് കോസ്? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്ന റൂട്ട് കോസ് പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്താൽ, നെക്സ്റ്റ് ലൈൻ, വർക്ക് ചെയ്താൽ, ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ. ഒരു കാറ്റർപില്ലറിൽ നിന്ന് ബട്ടർഫ്ലൈ ആകുന്ന രീതിയിൽ നിങ്ങൾ ട്രാൻസ്ഫോം ആവും. അതിന് ഞാൻ പേരിട്ട് ഗോൺ I3, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഗോൺ I3. G ഫോർ ഗട്ട് ഹെൽത്ത്, O ഫോർ ഒബീസിറ്റി, N ഫോർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, I 3 ഉണ്ട്. 1 ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ, ഇമ്മ്യൂണിറ്റി. ഇനി ഇതൊക്കെ എന്താണ് നമുക്ക് റൂട്ട് കോസ് ആയിട്ട് മാറുന്നത്, അസുഖത്തിന്റെ റൂട്ട് കോസ് ആയി മാറുന്നത് എന്നുള്ളത് ഓരോ പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ഗോൺ I3. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഗോൺ I3 ഇതാണ് നമ്മുടെ അസുഖത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. എന്നെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സ്ലൈഡ് ഷെയർ ചെയ്യുന്ന മിസ്റ്റർ കൈസ്. താങ്ക് യു വെരി മച്ച് കൈസ്. ഓക്കെ, നമ്മളെ ബോഡിയെ നിങ്ങൾ നോക്കൂ. യു ഷുഡ് ട്രീറ്റ് യുവർ ബോഡി ലൈക്ക് എ ക്യാൻവാസ്. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യാൻവാസ് എപ്പോഴാണ് ഉപയോഗിക്കുക, എന്തിനാണ് ഉപയോഗിക്കുക? ക്യാൻവാസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബോഡിയും ഇതുപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാണോ അവർ നിങ്ങൾക്ക് ശരീരം, കയ്യും കാലും കണ്ണും കാതും എല്ലാം നൽകുന്നുണ്ട് അല്ലേ? എല്ലാം നല്ല രീതിയിലാണ് നമുക്ക് ചിത്രം വരക്കാൻ ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. അത് ക്യാൻവാസ് എന്ന് പറയാനുള്ള കാരണം വെച്ചാല് അതിന്റെ മുകളിൽ ഒരു ചിത്രം ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ശരീരവും. ഈ ശരീരത്തിലേക്ക് എന്ത് കൊടുക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. നമ്മളെ പ്രിയപ്പെട്ട രാജ്കുമാർ സാറ് പറയും, നിങ്ങൾ ഇന്ന് എന്താണോ കഴിക്കുന്നത് അതാണ് നാളെ നിങ്ങളുടെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാൻവാസ് ആയിട്ടുള്ള ബോഡിയെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മളെ റിസൾട്ട് എന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് കോസിലേക്ക് തന്നെ വീണ്ടും പോവുക. ഫസ്റ്റ് റൂട്ട് കോസ്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം ഗട്ട് ഹെൽത്ത് ആണ്. നമ്മുടെ ശരീരത്തിന് കോടാനകോടി സെല്ലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാലോ. അതേപോലെ ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട്. അത് നല്ലതുണ്ട് ചീത്തതുണ്ട്. എന്നാൽ
ഈ മോശമായ ബാക്ടീരിയയെ ഇംപ്രൂവ് ചെയ്യുകയോ അതിനെ ബാലൻസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തി സ്കിന്നിനും അതേപോലെ വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും നമ്മളെ സഹായിക്കും. ശരിയല്ലേ? ആയുർവേദം പറയുന്നത് എന്താ അറിയോ? നമ്മുടെ അസുഖത്തിന്റെ പ്രധാന കാരണം നമ്മുടെ വയറാണ്. നിങ്ങളൊരു പഴഞ്ചൊല്ല് തന്നെ കേട്ടു, വയറ് നന്നായാൽ ഉയിര് നന്നായി. എന്നാൽ ഈ ഗട്ടിന്റെ മൈക്രോബയോട്ടയെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് അതൊക്കെ? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കും. നമ്മളെ വയറിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാറ്റ് ബോക്സ് ഓണാണ്. നിങ്ങൾ ഷെയർ ചെയ്യും, ഞാനും ഷെയർ ചെയ്യാം. ചാറ്റ് ബോക്സ് ഒന്ന് കൈയെടുക്കാനേ പാടില്ല. ഓക്കെ, വെരി ഗുഡ്. ബാഡ് കലോറി നമ്മുടെ ശരീരത്തിൽ, അൺഹെൽത്തി ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ സ്വാധീനം. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കേണ്ടത്, ഒരു കൊലാബറേഷൻ ആണ് നടക്കേണ്ടത്. ഞാൻ മാത്രം വൺ സൈഡ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങളും ഇതിൽ നിന്ന് എന്ത് ടേക്ക് അവേ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്. അപ്പോ നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ? നമ്മളെ ഗട്ടിനെ മോശമാക്കുന്ന പല അവസ്ഥകളുണ്ട്. അതിന് ഒരു കാരണമാണ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട്, നല്ലതുകൊണ്ട് ചീത്തതും. ആന്റിബയോട്ടിക്കിന് അറിയില്ല. അതുകൊണ്ട് തന്നെ സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് ഒരിക്കലും നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കാൻ പാടില്ല. ഞാനൊക്കെ കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ മടിയായതുകൊണ്ട് തലവേദന വന്ന നേരെ ഡാർട്ട് കഴിക്കും, പാരസെറ്റമോൾ കഴിക്കും. ഇതായിരുന്നു രീതി. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലായത് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്താണ്. ആന്റിബയോട്ടിക് അറിയില്ല, നല്ലത് ഏതാണ് ചീത്തതാണ്, എല്ലാത്തിനും നശിപ്പിക്കും, എല്ലാ ബാക്ടീരിയയും നശിപ്പിക്കും. നിങ്ങൾ നോക്കൂ, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ. ജങ്ക് ഫുഡിന്റെ അമിതമായ ഉപയോഗം, നിങ്ങൾ എന്നെ ഉത്തരം പറഞ്ഞു. ഷുഗറിന്റെ അമിതമായ ഉപയോഗം, ആൽക്കഹോളിന്റെ അമിതമായ ഉപയോഗം, കഫീന്റെ അമിതമായ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ ഗട്ടിനെ നശിപ്പിക്കും. ഇനിയിപ്പോ നമ്മൾ ഈ റൂട്ട് മനസ്സിലായി, ഇതാണ് എന്റെ കാരണം എന്ന് മനസ്സിലായി. ഇത് ഈ കമ്മ്യൂണിറ്റി വരുമ്പോഴാണ് കിട്ടുക. നമ്മൾ അല്ല എന്നൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് എന്റെ ഇതൊന്ന് ഡയഗ്നോസ് ചെയ്ത് തരണം, ഇതൊന്നൊന്ന് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ ആശ്രയിക്കും. എന്നാൽ ഈ റൂട്ട് കോസിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, വെൽനസ് സെന്ററിൽ നമ്മൾ വരുമ്പോൾ, ഇവിടെയാണ് മിറാക്കിൾ നടക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണ രീതി, ജീവിതശൈലി മുഴുവനായി മാറ്റി 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 നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുകയാണ് സത്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കോച്ചും വെൽനസ് സെന്ററും ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ്, ഞാൻ നേരത്തെ പറയില്ല, ഒരു മരം കടപുഴകി വീഴുന്നതും കടപുഴകി വീഴാതെ തന്നെ അതിന്റെ ചില്ലകളിലും പഴങ്ങളിലും കേട് വരുമ്പോൾ നമ്മൾ റൂട്ടിൽ പണിയെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ റിക്കവറി ചെയ്യാം? റിക്കവറി ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നമ്മൾ ഗട്ടിനെ റിക്കവറി ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്ന് പറഞ്ഞ കേക്കട്ടെ. വേഗം സ്പീഡ് ഇട്ടാ നമുക്ക് പെട്ടെന്ന് പോണം. വെരി ഗുഡ്. പ്രോബയോട്ടിക് ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ, അടിപൊളി. ഇനി അടുത്തൊരു ചോദ്യം, ടൈമിങ്ങിൽ ഫുഡ് കഴിക്കണം. വെരി ഗുഡ്, കൺഗ്രാറ്റ്. നിങ്ങൾ ആരും പറഞ്ഞ അറിയില്ല, അടിപൊളിയായിട്ട് നിങ്ങൾ വാട്ടർ കഴിക്കണം. വെരി ഗുഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ ഏതാണ്? നമ്മളെ ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ ആരാ? ഒന്ന് പറഞ്ഞ കേക്കട്ടെ. വെള്ളം. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. ഗുഡ് ബാക്ടീരിയ ആണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. വാട്ടർ, സൂപ്പർ. ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതാണ്. നമ്മളെ ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ എന്ന് പറയുന്നത് ഫൈബർ ആണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ, നമ്മളെ ന്യൂട്രീഷൻ ഫുഡിൽ ധാരാളമായിട്ടുണ്ട്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഗട്ടിനെ ഇംപ്രൂവ് ആക്കാൻ കഴിയും. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രീ ബാക്ടീരിയ ഉണ്ട്, പ്രോ ബാക്ടീരിയ ഉണ്ട്. പ്രീ ബയോട്ടിക് ഉണ്ട്, പ്രോ ബയോട്ടിക് ഉണ്ട്. പ്രീ ബയോട്ടിക് എന്ന് ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ നിലനിർത്താനും നന്നാക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പ്രോ ബയോട്ടിക് എന്ന് പറഞ്ഞാൽ പുതിയ ബാക്ടീരിയനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കും. അപ്പോ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നാമത്തെ റൂട്ട് കോസ് ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്തതെന്ന് മനസ്സിലായോ?
അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ആർ യു റെഡി? നെക്സ്റ്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ. വെരി ഗുഡ്. നിങ്ങൾ ആ ഗോണൈഡ്രിയിൽ രണ്ടാമത്തത് ഒബീസിറ്റി. നോക്ക്, നിങ്ങൾ ഒരു പുതിയ പഠനമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അണ്ടർ വെയിറ്റ് ആണ് പോപ്പുലേഷനിൽ ഇന്ത്യ ഉള്ളത്. അതേപോലെ തന്നെ 140 കോടി ജനങ്ങളിൽ 5-ൽ ഒരാള് ഒബീസിറ്റിയാൽ ഓവർ വെയിറ്റിലെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സാധ്യത നോക്കൂ, എത്രത്തോളം ആൾക്കാർ പ്രശ്നത്തിലാണ് എന്നുള്ളത് രണ്ടു നോക്കാം. നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്ന, ചില ആൾക്കാരോട് ചോദിക്കും, ചെറുപ്പത്തിൽ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയല്ലേ എപ്പോഴും കഴിക്കണത്? അതേ ഭക്ഷണം, അതേ ഫുഡ്, അതേ വെള്ളം, അതേ വീട്ടിലുണ്ടാക്കുന്നത്, അതേ പുറത്തുനിന്ന് കഴിക്കുന്നത് ഒക്കെ തന്നെയല്ലേ? പക്ഷെ എന്താ വീണ്ടും ഞാൻ കുറച്ചുകൂടെ ആയപ്പോഴാണ്, കല്യാണം കഴിച്ചപ്പോഴാണ്, ജോലിക്ക് പോയപ്പോഴാണ് വെയിറ്റ് കൂടാൻ തുടങ്ങി എന്നുള്ള ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവലുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച അതേ ഭക്ഷണം തന്നെ നമ്മൾ വലുപ്പത്തിൽ കഴിച്ചിട്ടും നമുക്ക് വെയിറ്റ് കൂടാനും ഓവർ വെയിറ്റിലേക്കൊക്കെ എത്താനുള്ള കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളെ ഉത്തരം പറയുക നോക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും വെയിറ്റ് കൂടാനുള്ള കാരണം? ഓക്കെ, പുവർ എക്സസൈസ് എന്ന് പറയുന്നു. വെരി ഗുഡ്. ഓക്കെ, ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. വെരി ഗുഡ്. ഓക്കെ, ലാക്ക് ഓഫ് വർക്ക്ഔട്ട് എന്ന് പറയുന്നു. സ്ട്രെസ് എന്ന് പറയുന്നു. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ, അടിപൊളി. ഓക്കെ, ഞാൻ പറയട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ 23 വയസ്സ് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത് അതിന്റെ പേര്. 23 വയസ്സിന് ശേഷം ഈ മൈറ്റോകോൺട്രിയ നശിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഓവർ വെയിറ്റുകൾ ധാരാളമായിട്ട് വരും. ഇവിടെയാണ് നമ്മളെ ഹെർബാലൈഫിന്റെ പ്രാധാന്യവും ഈ മാരത്തോണിന്റെ പ്രാധാന്യവും അതേപോലെ ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫിയും നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ്. പക്ഷെ എങ്കിൽ തന്നെയും കുറച്ച് അതിനെ കുറിച്ച് ഞാൻ പറയാം. 1 കിലോ ഉള്ള ഒരാൾക്ക് 20 കലോറിയാണ് കഴിക്കാനുള്ള അവകാശമുള്ളൂ ശരിക്കും, ഒരു ഹ്യൂമൻ ബോഡി പ്രകാരം, ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി പ്രകാരം. അപ്പോ ഒരു 50 കിലോ ഉള്ള ഒരാൾക്ക് 1000 കിലോ കലോറി കഴിക്കാം. 40% നമുക്ക് കാർബ് വേണം, 30% പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, 15% ഫാറ്റ് വേണം. ഇതൊക്കെ ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫിയാണ്. പക്ഷേ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് തരത്തിലാണ് കഴിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഇത് കഴിക്കുന്ന സമയത്ത് എത്രയാണ് കലോറി കൺവേർട്ട് ആവുന്നത് എന്നും പ്രധാനമാണ്. ഒരു സിമ്പിൾ ഉദാഹരണം, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കണമെങ്കിൽ 4 കിലോ കലോറിയാണ്. അപ്പൊ 100 ഗ്രാം ചോറ് കഴിച്ചു കഴിഞ്ഞാലോ 400 കിലോ കലോറിയാണ്. അത് 100 ആവില്ല ഒരിക്കലും. 1 ഗ്രാം ഫാറ്റ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 9 കലോറിയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മള് ചില ആൾക്കാർ പറയാ കുറച്ചേ കഴിക്കണുള്ളൂ. പക്ഷെ കഴിക്കുന്നത് ഫാറ്റി ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചാൽ പോരെ? കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണെന്ന് ഈ കമ്മ്യൂണിറ്റി നിങ്ങളെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. വെൽനസ് സെന്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ നിങ്ങളുടെ ഡെഫിഷ്യൻസി കവർ ആവുന്ന പ്രോസസ്സിൽ ഏതൊക്കെ ന്യൂട്രീഷൻ നിങ്ങൾ കഴിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ട് 55ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോഴാണ് ഇതിന്റെ ഡെപ്തിലേക്ക് പോവുക. ഇതിനെ ഇഷ്ടപ്പെടാൻ മാറോട് ചേർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ഓവർ വെയിറ്റിനെ അതിജയിക്കാൻ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ നല്ല യഥാസമയത്ത് കഴിക്കാൻ പരിശീലനം നേടാൻ ഒരു രക്ഷയില്ല. നെക്സ്റ്റ് സ്ലൈഡ്. മൂന്നാമത്തെ റൂട്ട് കോസാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, അല്ലേ? ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് കിടക്കാൻ ഒരു വീട്, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കണം. പക്ഷേ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ
നിരവധി അനവധി ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, ന്യൂട്രിയൻ ഡെഫിഷ്യൻസികൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി, വെജിറ്റബിൾസ് കഴിച്ചാൽ മതി അല്ലെ, അതിനെ മാറ്റാൻ വേണ്ടി. അപ്പൊ മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളില്ലേ, അതിന് എന്ത് കഴിക്കും? അപ്പൊ ചില ഒമേഗ 3 ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി, ചിയാ സീഡ് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുക. ഇവിടെയാണ് നമ്മൾ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഇത്രത്തോളം പ്രാധാന്യമാവുന്നത്. നിങ്ങൾ ശരിക്കും ഈ കാര്യങ്ങൾ പറയുന്നത്, എന്റെ ഉദ്ദേശം തന്നെ നിങ്ങളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ പേടിക്കല്ലേ വേണ്ടേ, കോൺഫിഡൻസ് ലെവൽ കൂടണം. പല ആൾക്കാരും വെയിറ്റ് മെഷീനിൽ പോലും കയറൂല. ഞാൻ കയറിയിട്ട് പേടിച്ച് നടക്കണ്ടേ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് കയറാത്തത് കൊണ്ട് അവരെ അസുഖം മാറുമോ? അവരെ വെയിറ്റ് കുറയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതില് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള പല ആൾക്കാരും എത്രയോ പ്രാവശ്യം കോച്ച് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു സമയം എത്തിയപ്പോഴാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. നമ്മള് നോർമൽ ഭക്ഷണങ്ങളിലേക്ക് തന്നെ പോയാലും അതിലൊക്കെ കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. നമ്മളെ ന്യൂട്രീഷൻ, മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം കെമിക്കൽ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെയാണ് സൊല്യൂഷൻ നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിലൂടെ. നമ്മളെ ന്യൂട്രീഷൻ ഫുള്ളായിട്ട് സെല്ലുലാർ ന്യൂട്രീഷനാണ്. ഓരോ സെല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനാണ് ഇവിടെ. ഇതും ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി നല്ല ബന്ധമാണ്, നല്ല ചേർച്ചയാണ്. വേറെ ഒന്നും ആലോചിക്കണ്ട. വർക്ക് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, ബിസി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, ഞാനൊരു കച്ചവടക്കാരനാ, പാൻ ഇന്ത്യ ലെവലിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു 4 സംസ്ഥാനം യാത്ര ചെയ്തു. എനിക്ക് അവിടുത്തെ നാട്ടിലെ ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലിലെ പൊരുത്തപ്പെടാൻ മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഉള്ളത് കൊണ്ട്, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഒരു പേടിയില്ല, ഒരു ഭയമില്ല. പട്ടിണി കിടത്താനും മരിക്കൂല, അല്ലെങ്കിൽ ഭക്ഷണം നല്ലത് കിട്ടാതെ ബുദ്ധിമുട്ടില്ല. കാരണം നല്ലൊരു ഫുഡ് എന്റെ കയ്യിലുണ്ട്, അതിൽ പ്രൗഡാണ്. പിന്നെ എല്ലാം സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കോച്ചുമാർക്കാണ് ഞാൻ നന്ദി പറയുന്നത്. ഈ നമ്മളെ ഫൗണ്ടർ ആയിട്ടുള്ള മാർക്യൂസിനാണ്. ട്രാവൽ ഫ്രണ്ട്ലി ഫുഡാണ്, സ്പേസ് ഫുഡ് എന്നാണ് നമ്മുടെ ഫുഡിനെ കുറിച്ച് തന്നെ പറയാം. ഓക്കെ, ഈ റൂട്ട് കോഴ്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇത് നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വർക്ക് ചെയ്ത്, ഞാൻ ഈ പറയുന്ന ഈ ഗോൺ ഐ3 ഏതെങ്കിലും ഒന്നിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലാണ് ട്രാൻസ്ഫോം ഉണ്ടാവും. ഓക്കെ, ഇനി 3 ഐനെ കുറിച്ച് ഞാൻ പറയാം. 3 ഐ ഗോൺ ഐ3 ഗട്ട് ഹെൽത്ത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഗട്ട് ഹെൽത്ത് പറഞ്ഞു, ഒബീസിറ്റി പറഞ്ഞു, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി പറഞ്ഞു. ഇനി 3 ഐ ഉണ്ട് നമ്മുടെ റൂട്ട് കോസ് ആയിട്ട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള 3 ഐ. ഒന്നാണ് ഐ ഫോർ ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ചൂടുള്ള ഒരു പാത്രത്തിൽ, സിമ്പിൾ ഉദാഹരണം കേട്ടാ, ചൂടുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾ കൈയ്യണ്ട് വെക്കുകയാണ്. ഈ കൈ വെക്കുന്ന സമയത്ത് പിന്നെ കൈ എടുത്തു കഴിഞ്ഞാൽ അതേ രസം ഉണ്ടാവും, അതേ കാഴ്ചയായിരിക്കോ കാണുക? കൈമ്പോ എന്താ ഉണ്ടാവുക? നല്ല ചൂടുള്ള ഒരു പാത്രത്തിൽ നേരെ കൈയ്യണ്ട് വെച്ചു, നീര്. വെരി ഗുഡ്, അടിപൊളി. നിങ്ങൾ ഇതിനകത്ത് നല്ല രീതിയിൽ ആക്റ്റീവ് ആവണ്ടല്ലോ, പറയാൻ കാത്തിരിക്കുക. അപ്പോഴും ചാറ്റ് ബോക്സ് അടിപൊളിയായിട്ട് നിങ്ങൾ ആക്റ്റീവ് ചെയ്യുന്നത്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, നീര് വരും, ചില ആൾക്കാർക്ക് പൊളയം വരും, ചുവപ്പ് വരും അല്ലേ? ഇതാണ് സത്യത്തിൽ ഇൻഫ്ലമേഷൻ. നമ്മുടെ ശരീരത്തിൽ ഒരു ബാഡ് ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പനി വരാറില്ല, പ്രിവെൻഷനാണ്. നമ്മളെ കൈ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ മുറി വരാറില്ലേ, ചോര വരാറില്ല, ഇത് ഇൻഫ്ലമേഷൻ ആണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഇവിടെ സൂട്ട് ആവുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് അബ്സോർബ് ചെയ്യുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ എവിടെ അറിയാം? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. എന്നാൽ ഡൈജസ്റ്റ് ആവുന്ന സ്റ്റൊമക്കിലാണ്. നമ്മുടെ സ്റ്റൊമക്കിന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇടയിൽ ഒരു ഭിത്തിയുണ്ട്. ഈ ഭിത്തി നമ്മൾ അൾട്രാ പ്രോസസ് ഫുഡുകൾ ധാരാളമായി കഴിക്കുകയോ അല്ലെങ്കിൽ നിരവധി അനവധി ഫാറ്റി ഫുഡുകൾ ധാരാളം കഴിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മളെ ഭക്ഷണങ്ങൾ അബ്സോർബ് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ആക്കുന്ന പ്രോസസ്സാണ് ഗട്ട് ചെയ്യുന്നത്. എന്നാൽ നിരന്തരമായി ഈ അൾട്രാ പ്രോസസ് ഫുഡുകൾ വരുന്ന സമയത്ത് ഈ ഭിത്തിയിൽ വിള്ളലേൽക്കും, ലീക്കാവും. ലീക്ക് ഗട്ടുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വേദന ഉണ്ടാവാറുണ്ടാ, വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ടാ. നിങ്ങൾ മനസ്സിലായിക്കോളി, നിങ്ങളെ ഗട്ടിന്റെ ഭിത്തിക്ക് ലീക്ക് വന്നിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത്
ഫൈബർ കണ്ടിട്ടുള്ള ഭക്ഷണം പോലും, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല പാർട്ട്ണറാണ് ഫൈബർ. ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ പോലും കഴിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുണ്ടാവും നമ്മളെ ഗട്ട്. അപ്പൊ ലീക്കി ഗട്ടിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് ഈ കമ്മ്യൂണിറ്റി നിങ്ങളെ പഠിപ്പിക്കും. അത് എങ്ങനെയാണ്? ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്ഷണ രീതി മാറ്റുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ വേഗം പോകട്ടോ. റൂട്ട് കോസിൽ മറ്റൊന്നാണ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ആരോഗ്യത്തിന്റെ അപ്പോസ്തലനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇമ്മ്യൂണിറ്റി, മറ്റൊന്ന് സ്റ്റാമിന. ഈ ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയുന്ന നടക്കുന്ന പ്രോഗ്രാമിലൊക്കെ ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി, മറ്റൊന്ന് സ്റ്റാമിന. ഇമ്മ്യൂണിറ്റി നമുക്കറിയാം അല്ലേ? ഇമ്മ്യൂണിറ്റി ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. ഇത് എങ്ങനെയാണ് കൂട്ടുക? ഇപ്പൊ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇമ്മ്യൂണിറ്റിന്റെ കുറവാണ് നമ്മൾ അധികം ആൾക്കാരും കൊറോണ ബാധിതരായിട്ട് മാറി. എന്നാൽ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആൾക്കാർക്ക് അത് ബാധിച്ചിട്ടില്ല. ഇപ്പോഴും കൊറോണ ഉണ്ട്, പക്ഷെ ഇമ്മ്യൂണിറ്റി ലെവൽ ആര് കൂട്ടുന്നോ അവർക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അതെന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? നമ്മളെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിനെ ഡ്രോപ്പ് ചെയ്യാൻ സഹായിക്കും. അമിതമായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഷുഗർ എന്തായാലും ഷൂട്ടപ്പ് ആവുമല്ലോ. ഷൂട്ടപ്പ് ആവുന്ന പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യും. എന്നാൽ ഒരു ഒഴിവും കൊടുക്കാതെ നിരന്തരമായിട്ട് അൾട്രാ പ്രോസസ് ഫുഡുകളും ഫാറ്റി ഫുഡുകളും ജങ്ക് ഫുഡുകളും ധാരാളമായിട്ട് ശരീരത്തിന് എന്താണോ ആവശ്യം ഇല്ലാത്തത് അത് കൊടുക്കുന്ന സമയത്ത് പാൻക്രിയാസ് ആണ് മടിയനായി, പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? നേരെ ഷുഗർ കൺവേർട്ട് ആയിട്ട് ഫാറ്റ് ആയിട്ട് മാറും. അത് അവിടെ ഡംപ് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് 2 ഡയബറ്റിക്കും PCODയും PCOSും മെറ്റബോളിക് സിൻഡ്രോമും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുറത്തു നിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. ഇത് റൂട്ട് കോസ് ആണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. എന്റെ ഈ ഉദ്ദേശങ്ങൾ, ഈ ഒരു വിഷയം ടോപ്പിക് കഴിയുമ്പോഴത്തേക്കും ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യുക, നിങ്ങൾ അവെയർ ആവുക, എഡ്യൂക്കേറ്റ് ആവുക എന്നതാണ് പ്രധാനം. നിങ്ങൾ മനസ്സിലാക്കി ഈ അവയർനെസ് നിങ്ങളുടെ വിസ്ഡമാക്കി നിങ്ങൾ മാറ്റണം, അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് കേക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം റൂട്ട് കോസ് ഞാൻ പറഞ്ഞ GONI3 6 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പലപ്പോഴും നമുക്ക് അറിയുന്നില്ല നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ആഷിക്ക് എന്ന് പറഞ്ഞ ഒരു പടത്തിൽ പറയുന്നത് നമ്മളെ ബോഡി എപ്പോഴും ഇങ്ങനെ കരയാണ്. സുന്ദരഹാഹനോ റോരഹാവുമേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ, വേദനകളായിട്ട്, വിഷമങ്ങളായിട്ട്, പെയിനുകളായിട്ട് നമ്മുടെ ശരീരം നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇത് നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സൊല്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരത്തോൺ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന വെയിറ്റ് ലോസ് ആവട്ടെ, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഹയർ ലെവലിലേക്ക് സക്സസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് ആ സൊല്യൂഷൻ? അത് ഞാൻ പേരിട്ടിരിക്കുന്നത് FM2 സിസ്റ്റം എന്നാണ്, അഥവാ രാജ്കുമാർ സാർ മാരത്തോൺ സിസ്റ്റം എന്നാണ്. അതിൽ ഫസ്റ്റ് FM2 ഫസ്റ്റ് F is equal to ഫുഡ് ആസ് എ മെഡിസിൻ. ഭക്ഷണം നമുക്ക് മരുന്ന് പോലെ കഴിക്കാൻ പറ്റണം. പുതിയൊരു പഠനമാണ്. നിങ്ങൾ നോക്കൂ, ഇതൊരു പുസ്തകമാണ്, റേഡി സ്ട്രാൻഡിന്റെ ഒരു പുസ്തകമാണ്. നിങ്ങളുടെ ഡോക്ടർ, what your doctor doesn't know about nutrition medicine may be killing you. നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന ഡോക്ടർ ന്യൂട്രീഷനെ കുറിച്ചിട്ട് അവെയർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൊന്നു കളയും. ഇത് യാഥാർത്ഥ്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തന്നെ ഇതെന്തെങ്ങനെ പറയണത്? 6% വരുന്ന ഡോക്ടറിനെ ന്യൂട്രീഷനെ കുറിച്ചുള്ള അവെയർ ഉള്ളൂ. അത് 3 വിഭാഗമാണ്. ചില ഡോക്ടർമാർക്ക് അറിയാം, അവർ ഒരിക്കലും അതിനെ പ്രൊവൈഡ് ചെയ്യില്ല. ചില ഡോക്ടർമാർക്ക്, ഞാൻ ഒരാളെയും ഒരു ഡോക്ടറിനെയും കുറ്റപ്പെടുത്തല്ല, യാഥാർത്ഥ്യമാണ്, പുസ്തകത്തിൽ പറഞ്ഞതാണ്. ഡോക്ടറിന്
അറിയില്ല, അതുകൊണ്ട് തന്നെ അവർ പ്രിസ്ക്രൈബ് ചെയ്യൂല, അവർ കൺസൾട്ട് ചെയ്യൂല. എന്നാൽ നല്ല ഡോക്ടർമാരുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം, അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. തോമസ് ആൽവ എഡിസന്റെ ഒരു വാക്കുണ്ട്, ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ വിൽ നോ ലോങ്ങർ ട്രീറ്റ് ദ ഹ്യൂമൻ ഫ്രെയിം വിത്ത് ഡ്രഗ്സ് ബട്ട് റേദർ വിൽ ക്യൂർ പ്രിവെന്റ് റിലീസ് വിത്ത് ന്യൂട്രീഷൻ. ഇതിനെ ഒരു ഉൾച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മെഡിസിനെ അതിജയിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ആയുർവേദത്തിൽ പറയുന്ന കേട്ടോ നിങ്ങൾ, എപ്പോഴാണോ നിങ്ങളുടെ ഡയറ്റ് റോങ് ആവുക, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് മെഡിസിൻ വേണം. എപ്പോഴാണോ നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ആവുക, അപ്പൊ നിങ്ങൾക്ക് മെഡിസിൻ ആവശ്യമില്ല എന്ന്. നിങ്ങൾക്ക് ഫുഡ് എത്രത്തോളം പ്രധാനമാണ് എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഫുഡ് ആവശ്യമാണ് എന്നുള്ളത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണം. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന്, ഗിവ് ഇറ്റ് റെസ്റ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. എങ്കിലാണ് നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ കാര്യമുള്ളൂ. രണ്ടാമത്, ഗിവ് ഇറ്റ് വാട്ട് ഇറ്റ് നീഡ്. എന്താണോ ശരീരത്തിന് ആവശ്യം അത് കൊടുക്കണം. ഇവിടെ രണ്ട് പ്ലേറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഒന്ന് ഫുഡ് പ്ലേറ്റ് ആണ്, മറ്റൊന്ന് മെഡിസിൻ പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഫുഡ് പ്ലേറ്റ് ആണോ വേണ്ടത്? മെഡിസിൻ പ്ലേറ്റ് ആണോ വേണ്ടത്? ഒരു കൊട്ട മരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആൾക്കാർ റിസൾട്ട് പറയണത് 40 തരത്തിലുള്ള 30 തരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫുഡാണ് വേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആവണമെന്ന്, ആദ്യം ഡൈജസ്റ്റ് ആവണം, പിന്നെ അത് പുറത്തേക്ക് പോകണം അല്ലേ? നമ്മൾ കഴിക്കുന്നത് നല്ല ഭക്ഷണം ആവണം, പിന്നെ അത് ഡൈജസ്റ്റ് ആവണം. നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്നാൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 80% നമ്മളെ പ്രോസസ്സ്, ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്ന എപ്പോഴാണ് അറിയാം? എപ്പോഴാണ്? നമ്മളെ റെസ്റ്റിലാണ്. റെസ്റ്റ് ഹാപ്പൻസ്, ഹീലിംഗ് ഹാപ്പൻസ് ഇൻ റെസ്റ്റ് എന്നാ പറയാം. $1 ബില്യൺ വേർഡാണ്, എഴുതി വെച്ചോളി. ഹീലിംഗ് ഹാപ്പൻസ് ഇൻ റെസ്റ്റ്. എന്ത് അസുഖങ്ങളുണ്ട്, എന്ത് ബുദ്ധിമുട്ടാണ്, അതിന് കറക്റ്റായിട്ട് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. കാരണം എന്താ അറിയോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെ വർക്ക് മുഴുവൻ നടക്കുന്നത്, നമ്മളെ റിപ്പയർ ആവുന്നത്, ബോഡി ഫുള്ളായിട്ട് റിപ്പയർ ആവുന്നത് നമ്മുടെ റെസ്റ്റിലാണ്. അതേസമയം നൈറ്റ് ലൈഫ്, ഭക്ഷണം അമിതമായി കഴിക്കുക, അസമയത്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് കാര്യം ബ്രെയിൻ ഒപ്പം ചെയ്യില്ല. അപ്പൊ ഡൈജസ്റ്റ് ആവാൻ സമയം കൊടുക്കൂല, ചെയ്യൂല, അതവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ റെസ്റ്റ് നടക്കണം, അതേപോലെ നല്ല ഭക്ഷണം കഴിക്കും വേണം. നോക്ക്, നിങ്ങൾ ഒരു ഫോട്ടോ കണ്ട, നിങ്ങൾ ഒരു ആന ഒരു ബോളിന്റെ മുകളിൽ നിന്ന് നിൽക്കുന്നത്, ഇത് സാധ്യമാണോ? ഈ ഒരു മെത്തേഡിന് പറയാ ഇതൊരു ടേമാണ്, ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയാം. അതോ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ. നമ്മളെ ജീവിതത്തിലും ആവാം, നമ്മളെ ഈ ഫുഡ് മാനേജ്മെന്റിലും ആവാം, നമ്മളെ ഈ ലൈഫിലും ആവാം. നമുക്ക് ഈ മാരത്തോണിൽ നമുക്ക് സമയം. എന്താണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ യഥാവിധം കഴിക്കുക, കറക്റ്റായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നതാണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പവർ ഓഫ് റെസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റായിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കണമെങ്കിൽ അതിൽ ഹീലിംഗ് സംഭവിക്കും, നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോഴാണ് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. ഓട്ടോഫിജി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓട്ടോഫിജി, നമ്മുടെ സെല്ലുകളൊക്കെ ഓരോ നിമിഷവും പുതിയത് ഉണ്ടാവുകയാണ്, പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നടക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റിലാണ് സംഭവിക്കുക. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുന്നത്, അതിന് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് റെസ്റ്റിലാണ്. നമ്മളെ മൈക്രോബയോട്ട അടിപൊളിയാവുന്നത്, സൂപ്പറാവുന്നത്, ബാലൻസ് ചെയ്യുന്നത് റെസ്റ്റിലാണ്. ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് റെസ്റ്റിലാണ്. നിങ്ങൾ നോക്കിക്കോളൂ, കഴിഞ്ഞ 9.5 വർഷം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഉറങ്ങാത്ത ജീവിതമായിരുന്നു. രാത്രി ഉറക്കമില്ല, രാവിലെ 6 മണിക്കാണ് കിടന്നുറങ്ങുക. പക്ഷെ എൻ്റെ ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി, ഭക്ഷണ രീതി ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ മുന്നേ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. അതേപോലെയുള്ള പ്രധാന ഒരു സാധനം, ഇപ്പം നേരത്തെ ഞാൻ റെസ്റ്റിനെ കുറിച്ച് പറയും, അതേപോലെ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണം എന്നുള്ളത്. നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട്
ഇതിനെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മളെ ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ ഓരോ പ്രൊഡക്റ്റുകളും. വൗ, സൂപ്പർ. നമ്മൾ ഇതൊന്നും ടേസ്റ്റിന് മാത്രമായിട്ടല്ല കഴിക്കുന്നത് അല്ലേ. നമ്മുടെ ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കണം. ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നത് നമ്മൾ ഫുഡുകളാണ്. പക്ഷെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായതാണ്. അത് ഹെർബാലൈഫിലെ ബേസിക് ആയിട്ടുള്ള ഫോർമുല 1 മുതൽ സപ്ലിമെന്റ്സ് ആയിട്ടുള്ള എല്ലാ ഫുഡുകളും, ഔട്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള സ്കിൻ പ്രൊഡക്ട്സുകൾ വരെ നമുക്ക് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോച്ചിനോട് സംസാരിക്കുക, ഇതിന്റെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾ സംഭരിക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. ഈ 10 ദിവസത്തെ മാരത്തോണിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഈ ഒരൊറ്റ കാര്യമാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആവണം. പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതെങ്ങനെയാണ് റിസൾട്ട് ആവുന്നത്, എങ്ങനെയാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കോച്ചസിന്, ഇതിനുണ്ടായിരുന്ന റിസൾട്ട് എടുത്ത ആൾക്കാർക്ക് 5 കിലോ 10 കിലോ 15 കിലോ 20 കിലോ എങ്ങനെയാണ് നേടിയെടുത്തത് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൂവ്മെന്റ്. രണ്ടാമത്തെ ഞാൻ പറയില്ലേ FM2 എഫ് പറഞ്ഞു, എം മൂവ്മെന്റ് ആസ് എ മെഡിസിൻ. 2 M ഉണ്ട് കേട്ടോ. മൂവ്മെന്റ് ആസ് എ മെഡിസിൻ. ഒരു കെട്ടിക്കിടക്കുന്ന പുഴയും ഒരു കുളവും ഒഴുകുന്ന പുഴയും തമ്മിൽ താരതമ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക? നോക്കി നിങ്ങൾ, ഒഴുകുന്ന പുഴക്കാണ്. കാരണം എന്താ? ഞാൻ നേരത്തെ ഓട്ടോപിജിയെ കുറിച്ച് പറഞ്ഞില്ലേ. നമ്മുടെ ശരീരം എപ്പോഴും പുതിയത് ഉണ്ടാവേണ്ടിയുണ്ട്. അതിന് വേണ്ടി നമ്മൾ മൂവ്മെന്റുകൾ ആവശ്യമാണ്. നേരത്തെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലാക്ക് ഓഫ് എക്സസൈസ്, ലാക്ക് ഓഫ് വർക്ക്ഔട്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അപ്പോ നമ്മൾ മൂവ്മെന്റ് ഉണ്ടാവണം. മൂവ്മെന്റ് അത് മെഡിസിൻ ആയിട്ട് നമുക്ക് മാറും. ഈ പറയപ്പെട്ട ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിജയിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മൂവ്മെന്റ് ആവശ്യമാണ്. അത് വർക്കൗട്ട് എന്ന രൂപേണയോ, അത് എക്സസൈസ് എന്ന രൂപേണയോ, വാമപ്പ് എന്നുള്ള രൂപേണയോ, മൂവ്മെന്റ് എന്നുള്ള രൂപേണയോ, വാക്കിംഗ് എന്ന രൂപേണ നിങ്ങൾ നടത്തണം. 5 കാര്യങ്ങളിൽ ഒരു കാര്യം അത് മൂവ്മെന്റ് ആണ്. അത് മെഡിസിൻ ആയിട്ട് മാറും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് ഈ ഒരു M ആണ്, മൈൻഡ് സെറ്റ് ആസ് എ മെഡിസിൻ. ഭയങ്കര പ്രധാനമാണ്. നമുക്ക് ഇപ്പൊ പല പ്രശ്നങ്ങൾ, ഇപ്പൊ നേരത്തെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇതിലും അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ കൗൺസിലിംഗ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ അവരുടെ കൗൺസിലിംഗ് ബുക്ക് മുഴുവൻ നിറയും. എന്തുകൊണ്ടാണ്? അവരുടെ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. എപ്പോ നമ്മൾ ഈ മൈൻഡ് സെറ്റിനെ പവർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മൈൻഡ് സെറ്റിന് നമ്മൾ ട്യൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എന്റെ ജീവിതമാണ്. ഞാൻ ഇപ്പൊ ഈ വിവരങ്ങൾ അറിഞ്ഞു, ഈ വിഷയങ്ങൾ അറിഞ്ഞു, പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായി. പേടിച്ചു ഓടി കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് അതിജയിക്കാൻ പറ്റുമോ? അതേസമയം ഇത് എന്റെ പ്രശ്നമാണ്, ഞാൻ ഇതിനെ ടേക്ക് കെയർ ചെയ്യുമെന്നുള്ളൊരു പ്രതിജ്ഞ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട കോച്ച് പറയുന്നത് പോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മാരത്തോണിൽ വിന്നറായിട്ട് മാറും. നിങ്ങൾ നോക്കൂ, ഒരു ചെറിയൊരു ഉദാഹരണം. ഹനുമാനെ കണ്ടങ്ങൾ. ഹനുമാന്റെ മുന്നിൽ ഒരു ചലഞ്ച് വന്നു. ഹനുമാന് നമ്മളെ ഈ എല്ലാത്തിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഭയങ്കര ഉഷാറാണ്. എല്ലാം മുന്നിൽ വന്ന് ചാടിയിട്ട് എടുക്കും. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ആയിരുന്നു ആ മുന്നിൽ കാണുന്ന മല ഉണ്ടല്ലോ, അത് പൊക്കി കൊണ്ടുവരിക എന്നുള്ളത്. അവിടെ ഹനുമാൻ എന്താ ചെയ്തത്? ഹനുമാൻ എനിക്ക് പറ്റൂലല്ലോ, ഭയങ്കര ഭാരാണല്ലോ എന്ന് പറഞ്ഞു നിന്ന. അതേ സമയം എന്താണ് ഹനുമാൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹം വികാസം ഉണ്ടാക്കി. അദ്ദേഹത്തെ വലുതാക്കി, മലയെ ചെറുതാക്കി, സിമ്പിളായിട്ട് മല കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ തലയിൽ വെച്ച് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി ടു സേ നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതേസമയം ഡിയർ ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് ഇതിനെ അതിജയിക്കാൻ എപ്പോഴാണ് പറ്റുക? അതിജയിക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവെയർ ചെയ്ത് എന്താണ് കോച്ച് പറയുന്നത് അത് അനുസരിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നെക്സ്റ്റ് ലൈൻ. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നമ്മളെ ബോഡി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കുക. എന്തൊക്കെ പഠിച്ചു? നമ്മളെ ഹെൽത്ത് എന്നുള്ളത് ഹോളിസ്റ്റിക് ആണ്. ഇതിനെ നോക്കേണ്ട രീതിയിൽ തന്നെ നോക്കണം. നെക്സ്റ്റ് ലൈൻ. നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ സർട്ടിഫിക്കറ്റ് കാര്യമില്ല. നമ്മളെ പൊട്ടൻഷ്യൽ പ്രോസസ്സിലൂടെ കടന്നുപോയി
ഗ്രേറ്റ്നെസ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇന്നത്തെ അവയർനെസ് ആണ് നാളത്തെ നമ്മളെ ഹെൽത്ത് ആയിട്ട് മാറുന്നത്. ഞാൻ അന്ന് കണ്ട എഡ്യൂക്കേഷൻ സെഷനല്ലേ എന്റെ റിസൾട്ട് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റിയത്. ഞാൻ എന്റെ കോച്ചിന് വാക്ക് കൊടുത്ത് ഞാൻ 6 പാക്ക് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ ആഗ്രഹം എനിക്ക് 117 കിലോ ഉണ്ടാവുന്ന സമയത്ത് നിന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ആദ്യം വെയിറ്റ് ലോസ് ചെയ്യണം, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നടത്തണം, എന്നിട്ട് ഞാൻ 6 പാക്കിലേക്ക് നടക്കണം. അതിനുള്ള ഒരു ചവിട്ടുപടിയാണ്, ഒരു വാതിലാണ്. ഞാൻ നേരത്തെ പറയും ഗേറ്റ് വേ ടു ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. നിങ്ങളുടെ 10 ഡേയ്സ് മാരത്തോൺ. നല്ലൊരു കയ്യടി കൊടുത്ത 10 ഡേയ്സ് മാരത്തോൺ. വെരി ഗുഡ്. നിങ്ങളെ സ്വന്തം ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാറ്റർ പില്ലറിൽ നിന്ന് ബട്ടർഫ്ലൈ ആവാനുള്ള ഒരു വഴിയാണ് സത്യത്തിൽ നിങ്ങൾ ഇതിലൂടെ കിട്ടുന്നത്. കാറ്റർ പില്ലർ എന്ന് പറഞ്ഞാൽ പുഴുവാണ്. നിങ്ങളെ മേത്തൊരു പുഴു ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു, ഒരാൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യാം? അതിന് 2 തട്ടിയാണ് ഒഴിവാകും അല്ലെ? അതേ സമയം ഒരു ബട്ടർഫ്ലൈ ആയിട്ട് അത് നിങ്ങളെ മുന്നിലുണ്ടെങ്കിൽ, നിങ്ങളെ മേത്തുണ്ടെങ്കിലോ, നിങ്ങൾ ആരെങ്കിലും പറയും ഒന്ന് ഫോട്ടോ എടുക്കടാ എന്ന് പറയില്ലേ? ഈ പുഴുവല്ലേ ബട്ടർഫ്ലൈ ആവുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിലപ്പോ പുഴുവായിരിക്കും, പക്ഷെ ആരാണ് ആവേണ്ടത്? ബട്ടർഫ്ലൈ ആണ് ആവേണ്ടത്. ഒരു പാല് തൈരാവുന്നത് പോലെ, ഒരു മുളക്കമ്പ് എന്താവണ പോലെ, പുസ്തകമാവുന്ന പേപ്പർ ആവുന്നത് പോലെ, ഷുഗർ കെയിന് അഥവാ നമ്മളെ കരിമ്പ് ഷുഗർ ആവുന്നത് പോലെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ആവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഓക്കെ, അത് അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ലക്ക് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ലക്ക് ഉണ്ട്. ഈ മാരത്തോൺ എന്നുള്ളത്, ഹെർബാലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്കായിട്ട് കിട്ടിയതാണ്. പക്ഷേ ഇതിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വർക്കാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ പറഞ്ഞു. ഒരിക്കൽ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടാ, ഈ ട്രാൻസ്ഫോം ആയ ആൾക്കാരെ, നല്ല റിസൾട്ട് എടുത്ത ആൾക്കാരെ നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് ആ പഴയ അവസ്ഥയ്ക്ക് പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചോ, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആ പുഴുവിൽ നിന്ന് ബട്ടർഫ്ലൈ ഒരിക്കൽ ആയി കഴിഞ്ഞാണ്ടല്ലോ, ഒരിക്കലും ബട്ടർഫ്ലൈക്ക് പുഴു ആവാൻ പറ്റൂല. ഒരിക്കൽ കരിമ്പ് ഷുഗർ ആയി കഴിഞ്ഞാൽ പിന്നെ ഷുഗറിന് ഒരിക്കലും കരിമ്പ് ആവാൻ പറ്റൂല. ഒരിക്കൽ പാല് തൈരായി കഴിഞ്ഞാൽ തൈരിന് ഒരിക്കലും പാലാവാൻ പറ്റൂല. അതേപോലെ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറും, സ്വഭാവം മാറും, ഡ്രസ് കോഡ് മാറും, ഈവൻ നിങ്ങളുടെ സംസാരം പോലും മാറും. അതിനെല്ലാം ഹേതുകമാവട്ടെ ഇത് ഈ ഒരു മാരത്തോൺ എന്നുള്ള വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എനിക്ക് ഈ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമക്കും, അതേപോലെ എൻ്റെ ഐഡന്റിറ്റി കാണിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സീനിയർ കോച്ച് അൻസാർ എൻ ഷക്കീലക്കും, അതുപോലെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എല്ലാ ലീഡേഴ്സിനും, രാവിലെ നടക്കുന്ന ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലെ എല്ലാ ലീഡേഴ്സിനും, അതേപോലെ ഈ ഒരു ഓർഗനൈസേഷൻ ഇതുപോലെ പവർഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള രാജ്കുമാർ സാറൻ, കവിത മാഡത്തിനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉയരാൻ കഴിയട്ടെ. കുറച്ച് എക്സ്പീരിയൻസ്, 2-3 ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കണമെന്നുണ്ട്. ആരാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് ഷെയർ ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊന്ന് പറയുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി എന്നുള്ളത് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയൂ. ആരാണ് അൺമ്യൂട്ട് ചെയ്യാം? കുറഞ്ഞ വാക്കുകൾ. താങ്ക് യു വെരി മച്ച്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കും സാർ. ഓക്കെ, ചാറ്റ് ബോക്സ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ക്ലാസ് ഒക്കെ? സാർ ഒന്ന് അൺമ്യൂട്ട്, 1-2 റിസൾട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ രഘുനന്ദനൻ. സാർ പറയൂ. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നത്. ഞാന് ഒരു 70 ദിവസം കൊണ്ട് 20 കിലോ വെയിറ്റ് കുറച്ച ആളാണ്. അന്ന് ഇങ്ങനത്തെ മാരത്തോണ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ് നല്ല ഇതിലാണ്. ഇപ്പൊ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാന് സെന്ററിൽ നിന്ന് വന്ന് ഒരു 3 ദിവസം കൊണ്ട് 2 കിലോ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർന്നത്. അപ്പോ അങ്ങനെ തുടർന്ന് ഒരു 10 ദിവസം കൊണ്ട് ഞാൻ 6 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. അതോടുകൂടി എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ല ശ്വാസമുട്ടുണ്ടായിരുന്നു. അതിന് ഇൻവൈലർ ഉപയോഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതെനിക്ക് ഒഴിവാക്കാൻ പറ്റി. പിന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അതിനുള്ള മരുന്ന് ഒഴിവാക്കാൻ പറ്റി. എങ്ങനെയാണ് സാർ? താങ്ക് യു വെരി മച്ച് സാർ. എങ്ങനെയാണ് ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക്
ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ എന്തെങ്കിലും ക്യാപ്സൂൾ രൂപത്തിലാണോ എന്താ നിങ്ങളെ ഇൻഹൈലർ നിങ്ങൾക്ക് പ്രശ്നം അതാ ഇൻഹൈലർ മാറാനുള്ള വഴി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കോച്ച് ഗൈഡ് ചെയ്യണോ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്? വാവ് സൂപ്പർ, എന്ത് റിസൾട്ട്, അടിപൊളി. ഒന്ന് പറഞ്ഞു സാറേ. എനിക്കിതിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണ രീതിയാണ് എനിക്ക് മാറ്റി തന്നത്. അത് മാറ്റിയപ്പോഴാണ് എനിക്ക് ഇതുണ്ടായത്. കാരണം വെച്ചാൽ ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു. നല്ല വീട്ടിലുണ്ടാക്കിയിരുന്ന പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് തന്നെ കഴിച്ചിരുന്നത്. അപ്പൊ ഞാൻ മാനസികമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നല്ല ഭക്ഷണം നല്ല കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. പിന്നെയാണ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഭക്ഷണം ആയാലും അത് കഴിക്കേണ്ടതിന് ഒരു ലിമിറ്റ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതിന് ഞാൻ തുടർന്നപ്പോഴാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത്. ഓക്കെ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ സാർ, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇതെല്ലാം എന്റെ കോച്ചസിന് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ലാസ്റ്റ് ഒരു ചാൻസ്, ഒരു ചാൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ സിക്കന്ദർ കുറ്റിപ്പുറത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഏജ് 40. ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 3 മാസം കൊണ്ട് 18 kg എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിച്ചു. നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഫസ്റ്റ് നമുക്കൊരു 3 days കഴിഞ്ഞപ്പോ തന്നെ 900 gram എനിക്ക് കുറഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തതാണ്. ഒരു ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോ ഒരു കോച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എനിക്ക് വെയിറ്റ് കുറക്കാൻ സാധിച്ചു. അതിന് ഈ വെയിറ്റ് കൂടിയപ്പോഴുള്ള എന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സമയം കൊണ്ട് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ഇതാണ് എന്റെ റിസൾട്ട്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ അജയ മാഡം. വാ സൂപ്പർ. ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ശരിക്കും റിയൽ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആവും. പുതിയ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ സെഷനും ഈ റിസൾട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിന്റെ ഒരു കോർ ഓഫ് വാല്യൂ ഒരു ആഫ്റ്റർ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. വാവ് സൂപ്പർ. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ ഈ മാരത്തോണിൽ പങ്കെടുത്ത ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ എടുക്കുക. ഞാൻ ഒറ്റ കാര്യം മാത്രം, ഒരു വേർഡ് മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാം. ഓക്കെ, വെരി ഗുഡ്. ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നടത്തണം, 6 pack ആവണം, കാണാം. സ്റ്റാർട്ട് സ്ലോ, മെല്ലെ തുടങ്ങിയാൽ മതി. ബട്ട് ആക്ട് നൗ. കൗൺസിലിംഗ് കഴിഞ്ഞാൽ എണീറ്റ് പോകരുത്. എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ എണീറ്റ് പോകരുത്. നിങ്ങളെ കോച്ചുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്ലോ, ആക്ട് നൗ. Signing off, Anish Mohammed. Thank you very much. Thank you very much, Thank you, Mr. Anish Mohammed. You are super class. super. സാറിന്റെ ക്ലാസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ ക്ലാസ്സുകളെ. ഇനിയും വേണം ഇങ്ങനത്തെ ക്ലാസ്സുകള്. വളരെ ഇൻഫോർമേറ്റീവായ ഒരു എഡ്യൂക്കേഷൻ സെഷൻ. സാർ താങ്ക് യു. താങ്ക് യു സാർ.